എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി കറിയുമായിട്ടാണ്. ഈ ഒരു മാങ്ങക്കറി ആലപ്പുഴ സൈഡിലൊക്കെ ഉള്ളൊരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് മാമ്പഴം വെച്ചിട്ടല്ല, പച്ച മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ 2 പുളിയുള്ള മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ 2-3 ചെറിയ ഉള്ളിയും അതുപോലെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ കറി വെക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും അതുപോലെ പച്ചമുളകും ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ എത്രത്തോളം വേണോ അത്രത്തോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാങ്ങ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വഴറ്റിയും എടുക്കാവുന്നതാണ്. പക്ഷേ വെള്ളത്തിലിട്ടിട്ട് ലാസ്റ്റ് കടുക് താളിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 മുറി മുതൽ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, 2 വലിയ ചെറിയ ഉള്ളി. ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില കൂടി ഇതിൽ അരയ്ക്കുമ്പോൾ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പിൻ്റെ കട്ടി നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മാങ്ങാക്കറിക്ക് കളറ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സി കഴുകിയ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ഈ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് വാങ്ങി വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ കടുക് താളിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കടുക് വറക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 10-12 ഉലുവയാണ്. ഈ ഒരു ഉലുവ ചേർക്കുമ്പോൾ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് കൂടാതെ ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവ താളിക്കുന്നത് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും. അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ ഈ മാങ്ങാക്കറിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ കടുക് കൂടി താളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതിനി ഉടനെ ഇളക്കരുത്, അടച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഇതുവരെ ഇങ്ങനെയല്ല ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.